നമസ്കാരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. രാകേഷ് കൃഷ്ണയ്ക്കിത് സ്വപ്ന സാഫല്യം. അവൻ ഇന്ന് ജീവിക്കുന്നത് സിനിമയുടെ ലോകത്താണ്. സെറിബ്രൽ പൾസി ബാധിച്ച് ജീവിതം തന്നെ നരകതുല്യമായ ഒരവസ്ഥയിൽ നിന്നാണ് രാകേഷ് സങ്കടങ്ങളുടെ കടൽ താണ്ടി തന്റെ സ്വപ്ന ലോകത്ത് എത്തി നിൽക്കുന്നത്. വെള്ളിയാഴ്ച രാകേഷിന്റെ 10 വർഷത്തെ പ്രയത്നം വെള്ളിത്തിരയിലെത്തും. രാകേഷിന്റെ ആത്മാവും ജീവിതവുമായ കളം അറ്റ് 24 എന്ന സിനിമ പ്രദർശനത്തിനെത്തുമ്പോൾ തന്നെ പരിഹസിച്ചവർക്കുള്ള മധുര മറുപടി കൂടിയായിരിക്കും അത്. പന്തളം കുരമ്പാല കാർത്തിക ഭവനിൽ രാധാകൃഷ്ണന്റെയും രമാകുറുപ്പിന്റെയും മകനാണ് രാകേഷ് കൃഷ്ണ. ജനിച്ച ശേഷം 8 വർഷം ഇരിക്കുകയോ നടക്കുകയോ ചെയ്യാതെ ഒരേ കിടക്കയിലായിരുന്നു അവൻ. സെറിബ്രൽ പാൾസി എന്ന അപൂർവ രോഗം ബാധിച്ച രാകേഷ് അമ്മയിലൂടെയാണ് ലോകം കണ്ടത്. രോഗം സൃഷ്ടിച്ച പ്രതിസന്ധികളെയൊക്കെ മുറിച്ചു കടക്കാൻ സഹായിച്ചത് അമ്മയും സുഹൃത്തുക്കളും. കൈകൊണ്ട് എഴുതാനോ അതല്ല ചുവനേരം ഒന്ന് നിൽക്കാനോ ചെവിക്ക് പ്രശ്നങ്ങളുണ്ട്. ഈ കൈ ആണെങ്കിൽ മേളിലോട്ട് പൊങ്ങത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവൻ ഈ സിനിമ എടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ എങ്ങനെ എടുക്കാൻ പറ്റും നിന്നെയും കൊണ്ട്, നീ ഈ വയ്യാത്തതല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ കണ്ടോ ഞാൻ എടുക്കും എന്നുള്ളൊരു വാശി അവനിലുണ്ടായി. ആ വാശി അവൻ എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പം ലോകം മൊത്തം അവനെ അറിയത്തക്ക പോലുള്ള ഒരു സാഹചര്യം എത്തിച്ചു ദൈവവും. അതുപോലെ തന്നെ അവൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരും പിന്നെ അവൻ്റെ ശ്രമഫലവുമായിട്ടാണ് ഇത്ര എത്തിക്കാൻ കാരണം. പിന്നെ ഇത് ഈ ലോകം മുഴുവനും അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയ തിയേറ്ററുകളിലൊക്കെ വന്നിട്ടുള്ളൂ. ഇനിയും കുറേ കൂടെ ഒക്കെ വന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞ് എനിക്ക് പല ഭാഗത്തു നിന്നൊക്കെ വിളിക്കുമ്പോൾ ഇതൊക്കെ ഫേസ്ബുക്കിനകത്തിലൊക്കെ കാണുമ്പോൾ വിളിക്കുന്നുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. പക്ഷേ അതായത് രാകേഷ് ഡയറക്റ്റ് ചെയ്തത് ഒരു പുതിയ ആളെന്ന രീതിയിലല്ല. എല്ലാം ഒരു പക്ക പ്രൊഫഷണൽ പോലെയാണ് പുള്ളിയെല്ലാം. ആ സെറ്റെല്ലാം അതുപോലെ തന്നെ കൊണ്ടുപോയത്. പ്രോപ്പർ ഷൂട്ട് നടക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. പിന്നെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ആൾക്കാർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വിഷയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം സെറ്റായി. എനിക്ക് എൻ്റെ ഫ്രണ്ടെന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണിത്. അവൻ്റെ കഷ്ടപ്പാടുകൾ 10-12 വർഷമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അവനിപ്പോൾ ഈ നിലയിലെത്തിയാലും നാളെ അവൻ്റെ പടം റിലീസാവുകയാണ്. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാര്യം അവൻ്റെ ഓരോ അവസ്ഥയിലും ഓരോ ഘട്ടത്തിലും കൂടെ നിന്നിട്ടുണ്ട്. അവൻ്റെ സങ്കടവും വിഷമവും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. തീവ്രാനുഭവങ്ങൾക്കിടയിലും അവൻ പോളിടെക്നിക്കിൽ നിന്ന് ഡിപ്ലോമയും എക്കണോമിക്സിൽ ബിരുദവും കരസ്ഥമാക്കി. ഇതിനിടയിലും രാകേഷിന് ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ലോകം അറിയുന്ന ഒരു സംവിധായകനാകണം. അതിനായി ഒരുപാട് അധ്വാനിച്ചു. ഇന്റർനെറ്റ് വഴി ഒരുപാട് സാങ്കേതിക വശങ്ങൾ വശത്താക്കി. സ്വന്തമായി കഥയെഴുതിയും സംഭാഷണം രചിച്ചും പുതുമുഖങ്ങളെ വെച്ചു ഒരു മുഴുനീള ചിത്രം സ്വന്തമായി സംവിധാനം ചെയ്തു. അങ്ങനെ 10 വർഷത്തെ അധ്വാനത്തിന്റെ വിളവെടുപ്പാണ്. വെള്ളിയാഴ്ച 6 തിയേറ്ററുകളായി രാകേഷ് കൃഷ്ണയുടെ കളം അറ്റ് 24 റിലീസ് ചെയ്യുമ്പോൾ ഒന്നിനും കഴിയാത്തവനെന്നും കൊള്ളാത്തവനെന്നും പറഞ്ഞ സമൂഹത്തെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്ന മുഹൂർത്തമായിരിക്കും അത്. 12 ദിവസത്തെ കാത്തിരിപ്പാണ് നാളെ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുമ്പോൾ അങ്ങനെയല്ല, എനിക്ക് ഇതല്ലാതെ ഒരു ജോലിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല, സിനിമയല്ലാതെ. ഇടയ്ക്ക് നിർമ്മാണം നിലച്ചു പോകുമോ എന്ന് കരുതിയ സിനിമയ്ക്ക് തുണയായത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും സർക്കാരുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ ഇൻക്ലിനേഷൻ, ഇതെല്ലാം നമ്മുടെ മനസ്സിലും ഉള്ളിലും വരിക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ നമ്മളെ ഏതൊരു ഭാഗത്തെത്തിക്കഴിഞ്ഞാലും അതെത്തണം, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തണമെന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. കാരണം കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആർക്കും എങ്ങും എത്താൻ പറ്റത്തില്ല. അതേ രീതിയിൽ അദ്ദേഹം ആ കുടുംബം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ആ ഒരുപാട് സമയങ്ങളിൽ ഈ സിനിമയിൽ നിന്ന് മാറിപ്പോകാനുള്ള അവസരങ്ങൾ വന്നു. അദ്ദേഹം മാറിയിട്ടില്ല, പിടിച്ചു നിന്നു. എനിക്ക് ഈ സിനിമ ചെയ്യണം, എനിക്ക് സിനിമ ലോകത്ത് ഉയർന്നു പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ എൻ്റെ രാകേഷ് ഇത്രത്തോളം ഉയർന്നല്ലോ. വളരെ അഭിമാനമാണ്, സന്തോഷമാണ്. എൻ്റെ അളിയനാണ് രാകേഷ് കൃഷ്ണൻ. എനിക്കറിയാവുന്ന കാലം തൊട്ട് പുള്ളി ചെറിയ സ്ക്രിപ്റ്റും ഒക്കെ എഴുതുമായിരുന്നു. പക്ഷേ ഞാനും അന്ന് വിചാരിച്ചു ഇയാൾ എന്തോ കാണിക്കുക, ചുമ്മാ അത് സമയം കളയാൻ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അവൻ്റെ ഹാർഡ് വർക്കും അർപ്പണ മനോഭാവം കൊണ്ട് ഇപ്പം വലിയ ഉന്നതി എത്തുമെന്ന്. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഇപ്പം വലിയ ലോകം അറിയുന്ന ഒരാളായി മാറുന്നു.
വെള്ളിയാഴ്ച വൈകിട്ട് പന്തളം ത്രിലോക് തിയേറ്ററിൽ കളം അറ്റ് 24ന്റെ ആദ്യ പ്രദർശനം നടക്കുമ്പോൾ 35-കാരനായ രാകേഷ് കൃഷ്ണയ്ക്ക് അതൊരു ജീവിത സാഫല്യമായിരിക്കും. നവംബർ 29 വെള്ളി എന്നത് രാകേഷ് കൃഷ്ണയെപ്പോലെ സെറിബ്രൽ പൾസി ബാധിച്ച ആയിരങ്ങൾക്കൊപ്പം ഒരു സമൂഹത്തിനത് മറക്കാനാവാത്ത ദിവസവും ആയിരിക്കും. ന്യൂസ് ബ്യൂറോ, പന്തളം.